ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിഷയം തടി കൊണ്ട് കിച്ചൺ കബോർഡുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. തടി കൊണ്ടുള്ള കിച്ചൺ കബോർഡുകളുടെ ഇന്നർ വ്യൂകൾ, കബോർഡിൻ്റെ വർക്കുകൾ കാണാത്തവർക്കായി അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. എൻ്റെ ഈ ചാനലിൻ്റെ പേര് സ്റ്റിയാൻ ഇൻറ്റീരിയേഴ്സ് എന്നാണ്. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, വീട് കൊച്ചിയാണ്. നമ്മളെല്ലാവരും കബോർഡിൻ്റെ പണികളെല്ലാവരും കിച്ചൺ കബോർഡിൻ്റെ പണികളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഫിനിഷിംഗ് ആവുന്ന സ്റ്റേജിലാണ് മിക്ക ആളുകളും കണ്ടിട്ടുള്ളത്. എന്നാൽ ഗ്രാനൈറ്റ് ഇടുന്നതിന് മുമ്പ് എത്ര പേര് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാവും, കൂടുതലായിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചാണ്. സ്വന്തമായിട്ട് കിച്ചൺ കബോർഡുകൾ തടി കൊണ്ട് പണിതിട്ടുള്ളവർക്ക് സ്ലാബ് അല്ലെങ്കിൽ ഗ്രാനൈറ്റ് എങ്ങനെയാണ് ഇടുന്നത് എന്ന് അറിയാൻ സാധിക്കും. അവരുടെ വീട്ടിൽ പൈസ മുടക്കി അവർ ചെയ്തിരിക്കുകയല്ലേ, അപ്പോൾ എല്ലാ ദിവസവും കാണുന്നതല്ലേ ഓരോ വർക്കിൻ്റെ പ്രോഗ്രസ്. അപ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഗ്രാനൈറ്റ് ഇടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡോറുകൾ പിടിപ്പിക്കുന്നതിന് മുമ്പ് കബോർഡുകൾ ഈ രീതിയിലായിരിക്കും ഉണ്ടാക്കി വെക്കുക. നമുക്ക് അതിൻ്റെ ഡ്രോയിങ് പ്രകാരം നമ്മൾ എവിടെയെല്ലാം കിച്ചൺ കബോർഡിൽ ഡ്രോയറുകൾ ആഡ് ചെയ്യണം, എവിടെയെല്ലാം ബാസ്ക്കറ്റുകൾ ആഡ് ചെയ്യണം, ഇന്നോട്ടക്കുകൾ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഡിസൈൻ ഉണ്ടാക്കിയതിന് ശേഷം സ്ട്രക്ചർ വർക്ക് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെയാണ് സ്ട്രക്ചർ വർക്കുകൾ ആദ്യം ഉണ്ടാക്കി വെക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ആണ് ഗ്രാനൈറ്റ് പതിപ്പിക്കുന്നത്. ഗ്രാനൈറ്റ് ഇടാനായിട്ട് സിമൻറ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, MCയിൽ വെച്ച് ഉറപ്പിക്കാവുന്നതാണ്. ഇതാണ് കബോർഡിൻ്റെ ഇന്നർ വ്യൂകൾ. തടി കൊണ്ട് ഉള്ള ബോക്സുകൾ ഉണ്ടാക്കുമ്പോൾ ഈ പലക അടിഭാഗത്തും മുകളിലേക്കുള്ള കാലുകളും മാത്രമാണ് കൊടുക്കുന്നത്. അതിൻ്റെ ടോപ്പ് വശം, അതായത് ഗ്രാനൈറ്റ് പതിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പ് വശം, അവിടെ 3 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ 4 ഇഞ്ച് വീതിയിലോ പടികൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കാണ് ഗ്രാനൈറ്റ് MCയിലോ ഉപയോഗിച്ച് ഒട്ടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഡോറുകൾ എല്ലാം ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിൽ ഡോറുകൾ ഡോറുകളും എല്ലാം ഫിനിഷ് ആയതിനു ശേഷമായിരിക്കും, ഡോറുകളെല്ലാം അഴിച്ച് മാറ്റിയതിന് ശേഷമായിരിക്കും ഗ്രാനൈറ്റുകൾ ഇടുന്നത്. എപ്പോഴും ഗ്രാനൈറ്റുകൾ ഇട്ടതിന് ശേഷം ഡോറുകൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, തടി കൊണ്ട് കബോർഡുകൾ പണിയുമ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നിർബന്ധമായിട്ടും സോളിഗ്രാമോ അല്ലെങ്കിൽ വുഡ് പ്രൊട്ടക്ടറോ എന്ന് പറയുന്ന ആ കെമിക്കൽ ഏതെങ്കിലും ഒന്ന് പ്രൈമറിൽ കൂട്ടി നിർബന്ധമായിട്ടും അടിഭാഗത്ത് അടിച്ചിരിക്കണം. വെറുതെ തടി മാത്രമായിട്ട് ഇടരുത്.
കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പോളിഷോ പെയിൻറ്റോ അടിക്കുന്നത് ഉൾഭാഗം മാത്രമായിരിക്കും. ഉൾഭാഗത്ത് മാത്രമേ നമുക്ക് കബോർഡുകൾ കൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉൾഭാഗത്ത് മാത്രമായിരിക്കും അടിക്കാൻ സാധിക്കുന്നത്. അടിഭാഗത്ത് പിന്നീട് നമുക്ക് ഒരിക്കലും അടിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് കബോർഡുകൾ ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് പിടിപ്പിക്കുന്നതിന് മുമ്പ്, ഭിത്തിയിൽ ചേർത്ത് പിടിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ അടിഭാഗത്ത് പ്രൈമർ അടിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ബാക്ക് വശം നമ്മൾ നേരത്തെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് വശം യാതൊരു കാരണവശാലും തടി അടിക്കാതിരിക്കുക, അടിക്കാൻ പാടുള്ളതല്ല. ഇനി അടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് അടിക്കാവുന്നതാണ്. ഒരു കാരണവശാലും തടിയുടെ വെള്ള ആ പുറകുവശത്ത് വരാൻ പാടില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ അഭിപ്രായവും, ഒരു കാരണവശാലും എത്ര തടി ഉണ്ടെങ്കിലും പോലും പുറകുവശത്ത് തടി അടിക്കാതിരിക്കുക. കാരണം ചെതല് കയറാൻ വളരെ എളുപ്പമാണ്. ഈ ചെതല് വളരെ പെട്ടെന്ന് കയറി കബോർഡുകൾ നശിപ്പിച്ച് കളയും. ഈ പുറകുവശത്ത് ബാക്ക് വശം ഭിത്തിയോട് ചേർന്നിരിക്കുന്ന വശം പലക അടിക്കുകയാണെങ്കിൽ, അതിന് പകരമായിട്ട് മൾട്ടിവുഡ്, കനം കുറഞ്ഞ മൾട്ടിവുഡുകൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും. അത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു 80 ചെതലുള്ള ഭാഗമാണെങ്കിൽ, ചെതലുള്ള വശമാണെങ്കിൽ പോലും ഒരു 75% ചെതെല്ലാം നമുക്ക് ചെറുത്ത് നിൽക്കാൻ സാധിക്കും. അതേപോലെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഫ്രെയിം വർക്കുകളാണ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ വിജാഗരിയൊക്കെ വെച്ച് ഡോറുകൾ പിടിപ്പിക്കുന്നത്. ഇങ്ങനെയായിരിക്കും കബോർഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് ഡോറുകൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ഗ്രാനൈറ്റ് ഇട്ട് കഴിയുമ്പോൾ ഇരിക്കുന്നതിൻ്റെ പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ മഹാഗണി ഉപയോഗിച്ചിട്ടുണ്ട്, അതേപോലെ റബ്ബുഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കിച്ചണുകളിൽ തേക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് തേക്കിൻ്റെ കബോർഡാണ്. പെയിൻറ്റോ പോളിഷോ ഒന്നും ചെയ്തിട്ടില്ല, നാച്ചുറലായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മൾ തടികൾ ഉണ്ടാക്കുമ്പോൾ പെയിൻറ്റ് അടിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് മിക്ക ആളുകളും കബോർഡുകൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണ്ട. ഇതിൻ്റെ ഒറിജിനൽ തടി, സോളിഡായിട്ടുള്ള ഒറിജിനൽ തടി തന്നെ കണ്ടോട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കബോർഡുകളെക്കുറിച്ച് അറിയാത്തവരാണെങ്കിൽ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും നൽകുക, ഹൈപ്പും നൽകുക. എൻ്റെ ഈ ചാനലിൽ ഞാൻ കബോർഡ് വർക്കുകളെക്കുറിച്ചും ഒരു വീട് സംബന്ധമായ എല്ലാ വർക്കുകളെക്കുറിച്ചുമാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. പുതിയതായി ഒരു വീട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വളരെ എളുപ്പത്തിൽ വീട് ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഉപകാരപ്രദമാവുന്ന ഒത്തിരി ഡിസൈനുകളും ഒത്തിരി ഐഡിയാസുമാണ് ഞാൻ ഈ ചാനലിലൂടെ പറഞ്ഞു തരുന്നത്. ഈ കാണുന്ന വർക്കിനെ ആ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെ പറയുന്ന കെയിൻ വർക്ക് എന്നാണ്. കെയിൻ എന്നുള്ള ഈ ഒരു വർക്ക് നമ്മുടെ വീടുകളിൽ പഴയ കസേരയൊക്കെ ഉണ്ട്. കസേര ഉള്ളപ്പോൾ കസേരയുടെ ഇരിക്കുന്ന സ്ഥലത്ത് പ്ലാസ്റ്റിക്കിൻ്റെ കെയിൻ വർക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള നെയ്തിരിക്കുന്ന, പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു കസേരകളാണ് ഉണ്ടായിരുന്നത്.
അതിനെ കെയിൻ വർക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ പുതിയ പതിപ്പാണ് ഇത്. ഇതാണ് കബോർഡുകളിൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു റോളായിട്ടാണ് വരുന്നത്. ഇതൊരു 10 മീറ്റർ ആയിരിക്കും ഒരു റോള്. ഓൺലൈനിൽ ഓർഡർ കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ കിട്ടും. വുഡ് ഗ്രെയിൻസ് ഉള്ളതും ഒറിജിനൽ തടി പോലെ തോന്നിക്കുന്നതുമായ പല പല വെറൈറ്റി ഡിസൈനുകൾ ഈ കെയിൻ വർക്കിലുണ്ട്. ഓർഡർ കൊടുത്താൽ നമുക്ക് നമ്മുടെ വീടുകളിൽ അവർ എത്തിച്ചു തരുന്നതായിരിക്കും. അതേപോലെ തടി കൊണ്ട് കബോർഡുകൾ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അതൊരു സോളിഗ്രാമോ വുഡ് പ്രൊട്ടക്ടറോ നിർബന്ധമായിട്ടും അടിക്കേണ്ടതാണ്. അതിനുശേഷം മാത്രമേ പെയിൻറ്റോ അല്ലെങ്കിൽ പോളിഷോ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. അല്ലായെങ്കിൽ നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നതിന് പ്രയോജനം ഇല്ലാതെ ആയി പോകും. ഇത്രയുമാണ് എനിക്ക് വീഡിയോയെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനിയും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ദയവായി നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ ഇൻട്രസ്റ്റിംഗ് ആയ പുതിയ ഒരു വീഡിയോയുമായി തിരിച്ചു വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം.